വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്. തൃശൂർ വരന്തരപ്പള്ളിയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ തീകൊളുത്തി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ യുവതിയുടെ വീട്ടുകാർ. അർച്ചനയെ ഭർത്താവ് ഷാരോൺ മർദ്ദിച്ചിരുന്നതായി മാതാപിതാക്കൾ ആരോപിച്ചു. അർച്ചന പഠിച്ചിരുന്ന കോളേജിന്റെ മുൻവശത്ത് വെച്ച് ഷാരോൺ മർദ്ദിച്ചുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. സംഭവത്തിൽ കേസെടുത്ത പോലീസ് ഷാരോണിനെയും അമ്മയെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 6 മാസം മുമ്പാണ് ഷാരോണും അർച്ചനയും തമ്മിൽ പ്രണയവിവാഹം നടന്നത്. ഷാരോൺ വീട്ടുകാരുമായി സംസാരിക്കാൻ പോലും അർച്ചനയെ അനുവദിച്ചിരുന്നില്ല. കോളേജിന് മുന്നിൽ വെച്ച് ഒരിക്കൽ അർച്ചനയെ മർദ്ദിച്ചപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇടപെട്ടാണ് രക്ഷിച്ചത്. വീട്ടിലെന്നും വഴക്ക് പതിവായിരുന്നുവെന്നും അർച്ചനയുടെ പിതാവും സഹോദരിയും പറഞ്ഞു. പരാതി ഞാൻ ഒരു വട്ടം അവൻ റോഡിലിട്ട് കോളേജിൻ്റെ മുന്നിലിട്ട് തല്ലിയിട്ട് പരാതി ഞാൻ കൊടുത്തിരുന്നു. അതിന് ശേഷം പിന്നെയും ഫോൺ വിളിക്കാൻ സമ്മതിക്കാറില്ല, ഒന്നും ഞാൻ ബന്ധപ്പെടാൻ എൻ്റെ ഇതാക്കാറില്ല. ജോലി ഞാൻ ജോലി ചെയ്യാനായിട്ട് ചെന്നൈയിലേക്ക് വീട്ടിലാണ് ഇന്റേൺഷിപ്പ് കിട്ടിയിട്ട് അവളെ ചെന്നൈയിൽ പഠിക്കാൻ 6 മാസം ഇതിൽ പോയിട്ട് ഇതാക്കിയിരുന്നു. അതിന് പോയിട്ട് അവിടെ നിന്ന് അതിൻ്റെ ആരോഗ്യം തികച്ചിട്ടില്ല എന്നുണ്ടായപ്പോഴാണ് ഇത് കൊടുത്തത്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകാനായിട്ട് പോയത്. അമ്മയും മക്കളും കൂടി പോയിട്ട് അവിടെ നിന്ന് പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ പോയതിന് ശേഷം ഇവരെ ജീവിച്ചോട്ടെ വെച്ചിട്ട് സർട്ടിഫിക്കറ്റൊക്കെ ഇവിടെ വെച്ചിട്ട് അവിടെ പോയി. സർട്ടിഫിക്കറ്റുകളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പോയത്. അതൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തു. എന്തായിക്കോട്ടെ, ജോലി ജീവിച്ചോട്ടെ വെച്ചിട്ട്. പക്ഷെ ഇങ്ങനെയാക്കി വിചാരിച്ചില്ല, ഇങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല. അവനിങ്ങനെ ഇതാക്കുന്നു. അവൻ പെയിന്റ് പണിക്ക് അവൻ നല്ലിങ്ങനെയാണ്. അവിടെ ഇത്രയും ടിന്നറൊക്കെ വീട്ടിലുണ്ടാക്കേണ്ട ആവശ്യമില്ല. നാട്ടുകാർ പറയാറുണ്ട് അവിടെ ഭയങ്കര തല്ലും മഴക്കാണെന്നൊക്കെ പറയാറുണ്ട്. എന്നും കളം ഉണ്ടാവാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. പിന്നെ അവര് ഒരുപാട് എന്നും ഫോൺ വിളിക്കാൻ സമ്മതിക്കാറില്ല. നിങ്ങളെ വിളിച്ചപ്പോൾ അവരെപ്പോഴും ഭയങ്കര സംശയമാണ് അവന്. എവിടേക്ക് പോകണമെങ്കിലും അവൻ ഉണ്ടാവും കൂടെ, എന്നിട്ട് കൂടെ കൊണ്ടുപോലും ഇതൊക്കെ ഭയങ്കര ഒരു ക്രൂര മനസ്സാണ് അവന്. കഞ്ചാവ് കേസിനും ഒക്കെ ഇതും ഇതൊക്കെ കാളവും ടീമായിട്ട് അവൻ്റെ ടീമുകളൊക്കെ തന്നെയാണ്. ഇതൊക്കെ അറിഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മോളെ നീ ഇതൊന്നും ചെയ്യല്ല, നീ എന്ത് ബുദ്ധിമുട്ടുണ്ട്, നീ വീട്ടിൽ പോകുന്നോളാം ഞാൻ പറഞ്ഞിട്ടും ഉണ്ടാവുള്ളൂ. വന്നിട്ടില്ലോ, അവിടെ ഇങ്ങനെയാണല്ലോ കൊന്നത്. നിന്നെ കൊണ്ട് അതിനെ പറ്റുള്ളൂ, അല്ലാണ്ട് അവളെ നോക്കി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. എന്ത് നല്ല ഭാവി ഉണ്ടായിരുന്നറിയും. ആ ക്ലാസ് ബസ്സൊക്കെ ആയിരുന്നു. അവള് പ്ലേസ്മെന്റ് കിട്ടി ചെന്നൈയിൽ ജോലിക്ക് പോയി. ജോലിക്ക് പോലും പിന്നെ വിട്ടിട്ടില്ല. വീട്ടൊക്കെ എടുത്ത് അവൾക്ക് കാനഡയിൽ സെറ്റിലാവണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് ഉപദ്രവിച്ചുണ്ട് തോന്നുന്നുണ്ട്. അവനെന്തോ ടോർച്ചർ ചെയ്ത് അവളെ വല്ലാണ്ട് പേടിപ്പിച്ച് നിർത്തണ പോലെ തോന്നിയിട്ടുള്ള. എപ്പോഴും വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങളായിട്ട് അടുപ്പിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവളെ ഞങ്ങളോട് ആകെ ദേഷ്യം പോലെ ആക്കി. അവള് ഇങ്ങോട്ട് വരാനും ഇഷ്ടമില്ലാണ്ടായ പോലെ. അവസാനമായിട്ട് കാണാൻ തന്നു മാത്രം അവള് പോകണമെന്ന്, അവൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ ഞങ്ങൾ കേസ് കൊടുത്തന്ന് മാത്രം അവളെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും സമ്മതിക്കാറില്ല. സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണയും സ്ത്രീധന നിരോധന നിയമവും ചുമത്തി പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസമാണ് വീടിന് സമീപത്തെ കനാലിൽ പൊള്ളലേറ്റ നിലയിൽ അർച്ചനയുടെ മൃതദേഹം കണ്ടെത്തിയത്. You are watching VCV News.